തൻ്റെ മുന്നിൽ ജീവന് വേണ്ടി പിടയുന്ന ഒരു നായ. ആ നായയുടെ വായയിൽ ഒരു ഭീകരനായ എല്ല്. തൻ്റെ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് വയനാട്ടുകാരിയായ നസീറ എന്ന യുവതി ഈ ഒരു ദാരുണമായ കാഴ്ച കാണുന്നത്. ഒട്ടും അമാന്തിക്കാതെ അവർ ആ നായയുടെ വായയിൽ നിന്നും ഈ ഒരു ഭീകരനായ എല്ലിനെ പുറത്തേക്കിടുന്നു. തൻ്റെ ജീവൻ രക്ഷപ്പെട്ട നന്ദി സൂചകമായി നായ നസീറയെ വാലാട്ടി തൻ്റെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. വിശുദ്ധമായ ഇസ്ലാം പരജീവി സ്നേഹത്തെ, അതല്ലെങ്കിൽ മറ്റു ജീവികളോടുള്ള കരുണയെപ്പറ്റി വാതോരാതെ സംസാരിച്ചിട്ടുണ്ട്. ഒരു മോശപ്പെട്ട ഒരു സ്ത്രീ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിച്ച കഥ പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ നല്ല ഒരു സ്ത്രീ ഒരു കാരണവുമില്ലാതെ ഒരു പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിൽ പോയ കഥയും നമ്മൾ കണ്ടിട്ടുണ്ട്. നായയെ തൊടുന്നത് നജസാണ്, നിഷിദ്ധമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അത് നനവോടുകൂടെ മാത്രമാണ്. മാത്രവുമല്ല, ഇത്തരം സന്നിഗ്ധ ഘട്ടങ്ങളിൽ, ഇത്തരം ദാരുണമായ ഘട്ടങ്ങളിൽ ആ ഒരു മതപ്രസ്താവന നോക്കി നിന്ന് സഹായിക്കാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും മതപരമല്ല. മറിച്ച് അവിടെ നമ്മൾ ജാഗരൂകരായി ആ കാര്യം ചെയ്യുക എന്നുള്ളതാണ്. നസീറ ഈ വിഷയത്തിലൊരു മാതൃകയാണ്. നായ ഉള്ള വീട്ടിൽ കരുണയുടെ മാലാഖമാർ ഇറങ്ങുകയില്ല എന്ന് മതം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഇമാം ഗസാലിയെ പോലെയുള്ളവർ പറയുന്നത് വന്യമൃഗങ്ങളുടെ ക്രൂരമായ മനസ്സുള്ളവരുടെ ഹൃദയത്തിലാണ് അത്തരം മാലാഖമാർ ഇറങ്ങാത്തത് എന്നതാണ്. ഏതായിരുന്നാലും പരജീവി സ്നേഹം, വന്യജീവികളോടുള്ള ഭൂതദയ, അത് മതം പഠിപ്പിക്കുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവേണ്ടതാണ്.